നമസ്കാരം പ്രിയപ്പെട്ടവരെ, സഹകാരി റൈസ് പ്ലസിൻ്റെ മലയാളം വൊക്കാബുലറി സീരീസിൻ്റെ 5ാം ദിനത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന പര്യായപദവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവ് എന്നതിൻ്റെ പര്യായപദം എടുത്തെഴുതുക. മാവ്, പനസം, മാലതി, ചൂതം, നീപം എന്നിവയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. ശരിയുത്തരം ചൂതം എന്നതാണ്. ചൂതം, മാവ് എന്നർത്ഥം വരുന്ന വാക്ക് ചൂതം എന്നതാണ്. പനസം, ആ വാക്കിൻ്റെ അർത്ഥം പ്ലാവ് അഥവാ ചക്ക എന്നൊക്കെയാണ്. പനസം, പ്ലാവ് അല്ലെങ്കിൽ ചക്ക. മാലതി എന്ന വാക്കിന് മുല്ല എന്നർത്ഥമുണ്ട്, നിലാവ് എന്നർത്ഥമുണ്ട്. അത്തരം അർത്ഥമുള്ള വാക്കുകളാണ് മാലതി. നീപം എന്ന വാക്കിൻ്റെ അർത്ഥം കടമ്പ് എന്നർത്ഥമുണ്ട്. ചെറിയ പൂക്കളുള്ള ഒരു തരം ചെടി എന്നർത്ഥമുള്ളതാണ് നീപം. മാവ് എന്നർത്ഥം വരുന്നത് ചൂതം എന്ന വാക്കാണ്. ചൂതം. ഇനി നമുക്ക് മാവ് എന്നർത്ഥം വരുന്ന മറ്റു വാക്കുകൾ കൂടി പരിചയപ്പെടാം. ചൂതം, ആമ്രം, രസാലം, മാകന്തം, ആമ്രവൃക്ഷം, ഇതെല്ലാം മാവ് എന്നർത്ഥം വരുന്നതാണ്. ചൂതം, രസാലം, ആമ്രം, മാകന്തം, ആമ്രവൃക്ഷം, ഇതെല്ലാം മാവ് എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. പാമ്പ് എന്നർത്ഥം വരുന്ന വാക്കുകളാണ് സർപ്പം, ഭുജംഗം, ചക്രി, വിഷധരം, ഫണി, ഉരകം, പന്നകം, ഭോഗി, ഇതെല്ലാം പാമ്പ് എന്നർത്ഥം വരുന്നതാണ്. സർപ്പം, ഭുജംഗം, ചക്രി, വിഷധരം, ഫണി, ഉരകം, പന്നകം, ഭോഗി. പിന്നെ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ചക്ഷുശ്രവണം, അതും പാമ്പ് എന്നർത്ഥം വരുന്നതാണ്. ചക്ഷുശ്രവണം, ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നത്, കണ്ണുകൊണ്ട് കേൾക്കുന്നത്. പാമ്പിന് ചെവിയില്ല, പുറം ചെവിയില്ല. അതെങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ പൂർവികർക്ക് അത് അറിയുമായിരുന്നില്ല. അപ്പോൾ അവർ നോക്കിയപ്പോൾ പാമ്പിന് ചെവിയില്ല, കണ്ണേ ഉള്ളൂ. അപ്പോൾ അവർ കരുതി കണ്ണിലൂടെ തന്നെ കേൾക്കുമെന്ന്. അങ്ങനെ ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ചക്ഷുശ്രവണൻ എന്ന് സർപ്പത്തെ വിളിച്ചു തുടങ്ങിയത്. പൂവ് എന്നർത്ഥം വരുന്ന വാക്കുകളാണ് മലർ, അലർ, കുസുമം, പുഷ്പം, പ്രസൂനം, സുമം, സുമനസ്, സൂനം തുടങ്ങിയവയെല്ലാം പൂവ് എന്നർത്ഥം വരുന്നതാണ്. മലർ, അതുകൊണ്ടാണ് പുഷ്പവാടിയെ പൂവാടിയെ മലർവാടി. അലർ എന്നർത്ഥമുള്ളതുകൊണ്ടാണ് അലർവാടി. സുമം, കുസുമം, ആ രണ്ട് വാക്കുകളുടെ അർത്ഥം പൂവ് എന്ന് തന്നെയാണ്. സൂനം, പ്രസൂനം, ആ രണ്ടിൻ്റെയും അർത്ഥം പൂവ് എന്ന് തന്നെയാണ്. പുഷ്പം, സുമനസ്, ഇതെല്ലാം പൂവ് എന്നർത്ഥം വരുന്നതാണ്. സുമം എന്ന പൂവിന് അർത്ഥമുള്ളത് കൊണ്ടാണ് സുമത്തിൻ്റെ ഭാവത്തെ, പൂവിൻ്റെ ഭാവത്തെ സൗമ്യം എന്ന് നമ്മൾ പറയുന്നത്. സുമത്തിൻ്റെ ഭാവമാണ് സൗമ്യം. സുമത്തിൻ്റെ, പൂവിൻ്റെ ഭാവം ഉള്ളവളാണ് സൗമ്യ, ഉള്ളവനാണ് സൗമ്യൻ. സൂനം, ആ വാക്കിൻ്റെ അർത്ഥം പൂവ് എന്നാണ്. എന്നാൽ സൂനു എന്ന വാക്കിൻ്റെ അർത്ഥം പുത്രൻ, മകൻ എന്നാണ്. സൂനു, സൂനം പൂവാണ്. അപ്പോൾ ഇന്നും നമ്മൾ കുറച്ചേറെ വാക്കുകളുടെ പര്യായങ്ങൾ പരിചയപ്പെട്ടു. ഇത്തരം പര്യായ പദാവലിയുമായി നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.